മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഇടയ്ക്കിടയ്ക്ക് നമുക്കിടയിൽ ഉയർന്നു കേൾക്കാറുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, പിന്നീട് അത് അസ്തമിച്ചു പോകും. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വി. ഡി. സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറയുന്നത് ലീഡറായിരുന്ന കരുണാകരൻ അദ്ദേഹമാണ് ഈ ഒരു ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ജില്ല രൂപീകൃതമാകുമെന്നാണോ? അതും ഒരു ജില്ലയുടെ രൂപീകരണത്തെ കുറിച്ചല്ല ഇപ്പൊ സംസാരം ഉയർന്നിട്ടുള്ളതും. അതല്ല, അതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയെ വിഭജിക്കാനാണ് ഭയങ്കര തിടുക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മലപ്പുറത്തിനെ മാത്രമായിട്ട് വിഭജിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ സതീശൻ പഠിച്ചു കേട്ടോ, നിക്കാൻ പഠിച്ചു. എങ്ങനെയാണ് ഇങ്ങനെ റിഗിൾ ഔട്ട് ചെയ്ത് ബ്രാലിങ്ങനെ വഴുതി പോകുന്ന മത്സ്യം പോലെയാണല്ലോ. അപ്പോ ഇവിടെ നടന്ന ഒരു ചടങ്ങില്, എറണാകുളം ജില്ലയിൽ നടന്ന ചടങ്ങില് മാത്യു കുഴൽനാടനൊക്കെയാണ് അവിടുത്തെ MLA ആയിട്ടിരിക്കുന്ന ആൾക്കാർ. അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഞാൻ എറണാകുളം ജില്ലയെ വിഭജിച്ച് പഴയ ലീഡറിന്റെ ഒരു ആശയത്തിനോടൊപ്പം നിൽക്കുന്നു. എറണാകുളം ജില്ലയെ വിഭജിച്ച് ഇടുക്കി ജില്ലയുടെ പാർട്ടികളൊക്കെ കൂടെ ചേർന്ന് മൂവാറ്റുപുഴ, കോലഞ്ചേരി അതൊക്കെ കൂടെ ചേർന്ന് ഒരു ജില്ലയാക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ മലപ്പുറം അവിടെ പരാമർശിക്കപ്പെട്ടതേ ഇല്ല. ഉടനെ ഏറ്റുപിടിച്ചില്ലേ, മലപ്പുറം ഒന്നല്ല 4 ജില്ലയാക്കണം എന്നാണ് ഇപ്പൊ അവര് പറയണത്. തിരൂര് മലപ്പുറം നിവാസികൾ എന്ന് പറയുകയാണെങ്കിൽ IUMLന്റെ സഹയാത്രികരോ അല്ലെങ്കിൽ അവിടെ മെജോറിറ്റി ആയി താമസിക്കുന്ന വിഭാഗത്തിലെ ആളുകളൊക്കെ പറഞ്ഞത് 4 ജില്ലയാക്കണം എന്നാണ് പറയുന്നത്. ഒന്നല്ല, ഇവിടെ എറണാകുളത്തിനെ ഒന്നാക്കുവാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് 4 വരെ 45 ലക്ഷം പേര് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടണമെങ്കിൽ 4 ജില്ലയായിട്ട് മാറ്റണം എന്നാ പറയുന്നത്. തിരുവനന്തപുരം വിഭജിച്ച് നെയ്യാറ്റിൻകര ഒരു ജില്ലയും കൂടെ വരാനായിട്ടുള്ളൊരു ഇതും കൂടെ നടക്കുന്നുണ്ട്. ഇപ്പൊ 14 ജില്ലകളാണല്ലോ കേരളത്തിലുള്ളത്. അവസാനം വന്നത് കാസർഗോഡ്, കണ്ണൂരിനെ വിഭജിച്ചിട്ടാണ് വന്നത് 84-ല്. 82-ൽ വന്നതാണ് പത്തനംതിട്ട. വയനാട് 80-ൽ വന്നു. 72-ൽ ഇടുക്കിയും വന്നു. ബാക്കിയുള്ള ജില്ലകളൊക്കെ അതിന് മുന്നേ തന്നെ വന്ന ജില്ലകളാണ് കിടക്കുന്നത്. അപ്പൊ ഒരു ജില്ല വരുമ്പോൾ അതിനോടനുബന്ധിച്ച് ധാരാളം പണച്ചെലവുണ്ട്. ആദ്യം തന്നെ ഒരു സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കണം, അത്രയും തന്നെ ഉദ്യോഗസ്ഥർ വേണം. എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോ ആന്ധ്രാപ്രദേശിൽ നിന്ന് വിഭജിച്ച് തെലങ്കാനയും ആന്ധ്രയും ആയപ്പോൾ ഹൈദരാബാദ് തെലങ്കാനയിലേക്ക് പോയി. ആന്ധ്രയ്ക്ക് ഇതൊരു നല്ല ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടായിട്ടില്ല. അതുപോലെ ജില്ല വിഭജിക്കുക എന്ന് പറഞ്ഞാൽ അതാ പിടിച്ചോ ഇന്ന ജില്ല പേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ശിലാഫലകം സ്ഥാപിച്ച് മഞ്ഞത്തുണി സാറ്റൻ തുണി മാറ്റുന്നതല്ല. അതിന് കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്, ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട്. കുറെ പേർക്ക് ജോലി കിട്ടും കേട്ടോ. PSC ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൽ സന്തോഷിക്കാൻ വകയുണ്ട്. പക്ഷെ ശമ്പളം എന്തുകൊണ്ട് കൊടുക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇപ്പോ നമുക്ക് വളരെ പ്രസക്തമായൊരു കാര്യം, സെൻസസ് നടക്കട്ടെ. സെൻസസ് നടന്നിട്ട് ഓരോ ജില്ലയിലും എത്രമാത്രം ജനസംഖ്യ അനുപാതികമായിട്ട് വേണം വിഭജിക്കാനായിട്ട്. ചുമ്മാ തോന്നണ പോലെ ഇങ്ങനെ വെച്ചിട്ട് മുറിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ചിലപ്പോ ഒരു ജില്ലയുടെ അറ്റത്ത് കിടക്കുന്ന ആൾക്ക് അത്രയും ദൂരം തന്നെ സഞ്ചരിച്ചിട്ടായിരിക്കും പുതിയ ജില്ലയുടെയും ആസ്ഥാന കേന്ദ്രത്തിലേക്ക് പോകാൻ പറ്റുക. അപ്പൊ ഇത് നോക്കിയിട്ട് ജനങ്ങൾ എവിടെ തിങ്ങിപ്പാർക്കുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ വിസ്തൃതി നോക്കിയിട്ട് ധാരാളം കാര്യങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ലീഡറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലീഡറിന് പോലും അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണം ഉണ്ടാവും. നമ്മളുടെ അദ്ദേഹം പിന്നെ ഒന്നും പിന്നീടത്തേക്ക് വെക്കുന്ന ഒരാളല്ലല്ലോ. നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ അദ്ദേഹം വയ്ക്കുമായിരുന്നു, കൗണ്ട് ഡൗൺ ബോർഡ് വയ്ക്കുമായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം വന്നപ്പോഴും കൗണ്ട് ഡൗൺ ബോർഡ് ഉണ്ടായിരുന്നു. ആ പറയുന്ന സമയത്ത് തീർക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു നല്ല മനസ്സിന് ശക്തിയുള്ളതായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് നടപ്പാക്കിയില്ല എങ്കിൽ അതിന് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാവും. അത് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. കാരണം ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ധാരാളം ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇടുക്കി എന്ന് പറഞ്ഞ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്താനായിട്ട് 5 മുതൽ 6 മണിക്കൂർ വരെ യാത്ര ചെയ്താലാണ് നല്ല കാലാവസ്ഥയിൽ നല്ല റോഡിൽ കൂടെ യാത്ര ചെയ്താലേ എത്തുള്ളൂ. അപ്പൊ അതിനെ മൂവാറ്റുപുഴയിലേക്ക് അതിൻ്റെ ഒരു ഭാഗം മാറ്റുന്നു എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ചിന്ത കൂടെ പലരുടെയും മനസ്സിൽ സന്ദേഹമായിട്ടുണ്ട്. പ്രത്യേകിച്ചും സതീശൻ പറഞ്ഞത് മൂവാറ്റുപുഴയെ കുറിച്ച് മാത്രമാണ്. ഈ ചർച്ച 2 മാസം മുമ്പ് സതീശന്റെ മിനിസ്ട്രി, അതായത് UDF-ൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം നമ്മൾ തന്നെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് മുമ്പിൽ നിന്നത് മലപ്പുറം ജില്ലയുടെ ബൈഫർക്കേഷൻ ആയിരുന്നു. പക്ഷേ എറണാകുളത്ത് വെച്ച് ഒരു മീറ്റിംഗിൽ, ഒരു സമ്മേളനത്തിൽ ശ്രീ സതീശൻ പറഞ്ഞത് മൂവാറ്റുപുഴ ജില്ലയുടെ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിക്കാൻ പഠിച്ചു എന്ന്.
അതെ. വേറൊരു അത് ഇതില്ലാണ്ട് മാത്രമല്ല, ഇതുവരെ ഉയർന്നു കേട്ടിട്ട് നമ്മള് മലപ്പുറം കേട്ടിട്ടുണ്ട്, മൂവാറ്റുപുഴയും കേട്ടിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഉം, തിരുവനന്തപുരം ഇപ്പോഴും അതിന്റെ ലിസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. 3 ജില്ലകളാണ് ബൈഫർക്കേഷന് വേണ്ടിയിട്ട് ഉം, ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതായത് ഉം, സ്ഥലത്തിന്റെ വിസ്തൃതി കൊണ്ടും ജനപ്പെരുപ്പം കൊണ്ടും ബൈഫർക്കേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 3 ജില്ലകളാണെന്ന് ഉം. കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളാക്കണം. അതിനൊരു പഠന റിപ്പോർട്ട് വേണം, ഫീസിബിലിറ്റി റിപ്പോർട്ട് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് സതീശൻ പറഞ്ഞത് എറണാകുളം ജില്ലയെ ബൈഫർക്കേഷന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ്. അതിന്റെ 10ാമത്തെ മിനിറ്റിലെ ചാനലുകൾ വന്നു തുടങ്ങി. ഉം. മലപ്പുറം എന്തായി, മലപ്പുറം എന്തായി, മലപ്പുറം എന്തായി എന്ന് പറഞ്ഞ് ഓരോരുത്തര്, എറണാകുളത്ത് ഒന്നാണെങ്കിൽ ഇവിടെ 4 എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായി എന്ന് ആലോചിച്ചു. അപ്പൊ കേരളം ഇപ്പൊ എത്രയാവും? 4, 1നെ 4 ആക്കുന്നു. 18. അപ്പൊ അവിടുന്ന് 3, 4, 5, 19 ജില്ലകളായിട്ട് കേരളത്തിനെ വിഭജിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ 3.5 കോടി ജനങ്ങളാണുള്ളത്. ഒരു ജില്ലയില് 20 19 ലക്ഷം, 20 ലക്ഷത്തോളം ആളുകൾ വരുന്ന പോലെ ഉള്ള ജില്ലകളായിരിക്കും ഉണ്ടാവുക. ഉം. ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് ഇത്രയധികം ജില്ലകൾ വേണോ എന്നുള്ളത് വേറെ കാര്യം. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും വന്ന് പറയുന്നുണ്ട്, എന്തിനാണ് ജില്ലകൾ? ഇതെല്ലാം നമ്മൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക്? പണ്ട് അതായിരുന്നല്ലോ പ്രശ്നം വന്നു. ഇപ്പൊ എല്ലാം ഓൺലൈൻ അല്ലേ? അതെ. ഇതിൽ കയറി നമ്മള് കേരള ഇതില് ഇലക്ട്രോണിക് സംവിധാനത്തിൽ കയറി നമ്മളെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്താൽ മതി. അത് നമുക്ക് അക്ഷയ സെന്ററിൽ പോയി ചെയ്യാം. നമ്മൾ രാവിലെ ബസ് പിടിച്ച് 6 മണിക്കൂറൊന്നും യാത്ര ചെയ്യുമ്പോഴേക്കും അവിടെ പോയി ചിലപ്പോൾ പൂട്ടേണ്ട സമയമാകും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഉം. അടുത്തുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ അറിയാവുന്ന വ്യക്തിയെ കൊണ്ടോ അക്ഷയ കേന്ദ്രത്തിലോ ഈ സേവന കേന്ദ്രത്തിലോ CSC കോമൺ സർവീസ് സെന്ററിലോ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞ ഇത്രയും ദിവസത്തിനുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി വരണം എന്നാണ്. അപ്ലോഡ് ചെയ്ത് 24 മണിക്കൂറിൽ നമുക്ക് റെസീറ്റും കിട്ടും. അങ്ങനെ ഇലക്ട്രോണിക് പരമായിട്ട് സേവനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഇത്രയധികം ഫിനാൻഷ്യൽ ബാധ്യത ഈ കൊച്ചു കേരളത്തിന് എടുത്തു വയ്ക്കണോ എന്നുള്ളതും ഒരു ചിന്തനീയമായ അതെ. അത് വിഷയമാണ്. ഇപ്പോ വീണ്ടും ഇത് ഉയർന്നു വരാൻ എന്തായിരിക്കാം മാം കാരണം? കാരണം UDFന്റെ മുഖ്യ ഘടകകക്ഷിയുടെ ഇടപെടൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നത്. സതീശന്റെ മുഖ്യമന്ത്രി കസേര പോലും എങ്ങനെയാണ് അതെ വന്നതെന്നുള്ള അതെ ചിന്തനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒന്ന് പിടിച്ചു കളിച്ചു എന്നുള്ള കാര്യം. ഇപ്പോ പ്രജിത, നമ്മള് എന്താണ് ഏഹ് അതായത് പ്രായമായവർക്കൊക്കെ 25 ലക്ഷം രൂപ വീതം ആരോഗ്യ പരിപാലനം എന്നൊക്കെ പറഞ്ഞ് 10 കോടി രൂപയാണ് വച്ചിരിക്കുന്നത്. അതുപോലെ 1 കോടി രൂപ ആണ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉം. ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ചെറിയ വെച്ചിട്ടേ ഉള്ളൂ. ആ സാഹചര്യത്തില് 100 കണക്കിന് കോടി രൂപയുടെ ആവശ്യമുള്ള ഈ കടബാധ്യതയിലേക്ക് പോകാനായിട്ട് ഉം. സർക്കാരിന് പറ്റില്ല. ഇന്നലെ ജെൻസി കുട്ടികൾ പറയുന്നത് പോലെ അവര് വളരെ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുന്ന കാര്യമാണ്. അമ്മാമ്മ എന്തെങ്കിലും പ്രശ്നം, കമോൺ ടെൽ മീ, ഐ ടേക്ക് മൈ മൊബൈൽ. ഇതില് നമ്മൾ അടിച്ചു വിട്ടാൽ മതി. ഗവൺമെന്റിന്റെ സൈറ്റിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ അടിച്ചു വിട്ടാൽ വരില്ല. അമ്മമ്മ, വൈ ഡു യു വോണ്ട് ടു ഗോ ടു ഇടുക്കി ഓർ കട്ടപ്പന ഓർ ട്രിവാൻഡ്രം, അതെ. എറണാകുളത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. തൃക്കാക്കരയിലാണ് എറണാകുളത്തെ. നമ്മൾ തന്നെ തൃശ്ശൂർ, കോതമംഗലത്ത് കിടക്കുന്നവരും അല്ലെങ്കിൽ പറവൂര് കിടക്കുന്നവരും വൈപ്പിനി കിടക്കുന്നവരും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് താണ്ടിയിട്ട് വേണം അവിടെ എത്താൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ എന്തായാലും ഇങ്ങനൊരു ചർച്ചയ്ക്ക് ഒഫീഷ്യൽ തുടക്കമായി. അതെ. പുറകിൽ എൻ്റെ ഒരു മർമ്മരം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉം. വേണമെന്ന് പലപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ കാര്യം വളരെ സജീവമായിട്ട് ലൈവാക്കിക്കൊണ്ട് നിർത്തുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഒഫീഷ്യലായിട്ട് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ എറണാകുളം ആണെങ്കിൽ പോലും വന്നിരിക്കുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റ് ജില്ലക്കാരും അതിലേക്ക് ചാടി വീണു. ഞങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരോടും ആലോചിക്കണം, ജനമനസ്സറിയണം, ഇതിന്റെ ആവശ്യം ഇന്നത്തെ കേരളത്തെ സാഹചര്യത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നു. അത് തന്നെയാണ് മിക്കവാറും ആളുകളുടെയും ആവശ്യം. പക്ഷേ സതീശൻ എന്തർത്ഥം വെറുതെ ഒന്ന് തടയിടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നല്ല, ഞാൻ ആലോചിക്കാം എന്ന് അതെ. പറഞ്ഞാൽ അവിടെ കാര്യം ആൾക്കാർ ഹാപ്പി, അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഹാപ്പിയായി. വേറെ ആരെ കുറിച്ചും മിണ്ടിയില്ല. മലപ്പുറത്തിനെ കുറിച്ച് ചോദ്യവും ഉണ്ടായില്ല, പരാമർശവും ഉണ്ടായില്ല. തിരുവനന്തപുരത്തെ കുറിച്ച് ചോദ്യം ഉണ്ടായില്ല, പരാമർശവും ഉണ്ടായില്ല. അപ്പോ അത് ഒരു സ്റ്റേജ്ഡ് പരിപാടിയായിരുന്നു എന്ന് പോലും നമ്മൾ ആലോചിക്കുന്നു. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ജനപ്രതിനിധികൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളോ മീഡിയ ആരെങ്കിലും ചോദിക്കുന്നത്, സർ എന്നാ മലപ്പുറം വിഭജിക്കോ, തിരുവനന്തപുരം വിഭജിക്കോ എന്ന് അവര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ശരി. പൊതുപരിപാടിയിലല്ലേ. അപ്പൊ ഇതൊരു നാടകമാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും നമുക്ക്
കാത്തിരുന്ന് കാണാം. 5 ജില്ലകളിലേക്ക് 5 ജില്ലകൾ നമ്മൾ കേരളത്തിന് വരുമോ? അതോ ഇപ്പോഴത്തെ 14ലോ 15ലോ 16ലോ അത് അവസാനിക്കുമോ എന്ന് വരുന്ന ദിവസങ്ങൾ കാണാം. എന്തായാലും ധൃതി പിടിച്ച് ഒരു തീരുമാനമെടുക്കരുത്. സെൻസസ് എടുക്കട്ടെ. എങ്ങനെയാണ് നമ്മളുടെ ജനസംഖ്യ നിൽക്കുന്നതെന്ന് അറിയട്ടെ. ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടിച്ചേർക്കേണ്ടത്? എങ്ങനെയാണ് ആ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകേണ്ടത്? അല്ലെങ്കിൽ ചില ജില്ലയിൽ 8 ലക്ഷം ആൾക്കാർ വരും. അതിൻ്റെ അപ്പുറത്തെ ജില്ലയിൽ ചിലപ്പോൾ 16 ലക്ഷം ആൾക്കാരുണ്ടാവും. എല്ലാത്തിനും കണക്കനുസരിച്ച് 15ഓ 16ഓ ലക്ഷം ആളുകൾ വരുന്ന പോലെയൊക്കെ അങ്ങനെ ചെയ്യുള്ളായിരിക്കും. എന്തായാലും അത് ഗവൺമെന്റ് മെഷീനറിയും കൂടെ അതിൽ പങ്കെടുത്ത് നമ്മളുടെ ജനപ്രതിനിധികളും ഈവൻ താഴെയുള്ള പഞ്ചായത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ജനപ്രതിനിധികൾ, അവരെല്ലാവരും ചേർന്ന് ഒരു നല്ല തീരുമാനം നമുക്ക് വേണ്ടി എടുക്കട്ടെ. ഓക്കെ. യെസ്. ഓക്കെ.